സംഖ്യാപുസ്തകം 11:23. യഹോവ മോശയോട്, യഹോവയുടെ കൈ കുറുതായി പോയോ, എൻ്റെ വചനം നിവൃത്തിയാകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പോൾ കാണും എന്ന് കൽപ്പിച്ചു. മോശ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയും ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ചവനുമാണ്. ഭൂമിയിൽ പിറന്നപ്പോഴേ നശിപ്പിക്കപ്പെടേണ്ട കുഞ്ഞായിരുന്നു. എന്നാൽ ദൈവവിളി ഉണ്ടായിരുന്നതുകൊണ്ടും ദൈവിക പദ്ധതി പൂർത്തീകരിക്കപ്പെടേണ്ടതുകൊണ്ടും സർവശക്തൻ മോശയെ സംരക്ഷിച്ചു. നമ്മുടെ മേലുള്ള വാഗ്ദത്തങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയും നമ്മെക്കൊണ്ട് ദൈവത്തിന് ചെയ്തെടുക്കുവാനുള്ളത് ചെയ്തെടുക്കുകയും ദൈവം ചെയ്യുക തന്നെ ചെയ്യും. ദൈവം അതിനായി നമ്മെ പൂർണ്ണമായി സംരക്ഷിക്കും. നമ്മെ കൈവിട്ട് കളയുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. മോശ എന്ന പുരുഷൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി, ദൈവത്താൽ ഓരോ നിമിഷവും വഴി നടക്കപ്പെട്ട വ്യക്തി, എല്യോനായി കൂടെയിരുന്ന ദൈവം. എന്നിട്ടും ഒരു നിമിഷത്തേക്ക് മോശയിൽ അവിശ്വാസമുണ്ടായി. അവർക്ക് ദൈവം ഇറച്ചി കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ മോശയ്ക്ക് വിശ്വസിക്കുവാൻ സാധിച്ചില്ല. 6 ലക്ഷം കാലാളിന് കൊടുക്കുവാൻ ദൈവം എന്തു ചെയ്യും എന്ന് മോശ ചിന്തിച്ചു. അപ്പോൾ യഹോവ മോശയോട് പറഞ്ഞതാണ്, യഹോവയുടെ കൈ കുറുതായി പോയിട്ടില്ല, യഹോവയുടെ വചനം നിവൃത്തിയാകുമെന്ന് ഞാൻ നിന്നെ കാണിക്കും എന്ന്. സർവശക്തനായ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ആരെയും സഹായിക്കുവാനും സംരക്ഷിക്കുവാനും വിടുവിക്കുവാനും ദൈവത്തിന് കഴിയും. ദൈവസന്നിധിയിലിരുന്ന മോശയ്ക്ക് അല്പനേരത്തേക്കെങ്കിലും അവിശ്വാസം വന്നുവെങ്കിൽ നമ്മളിൽ അത് എത്രയധികം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുമ്പോൾ നമ്മുടെ അവിശ്വാസത്തെ ദൈവം സൗഖ്യമാക്കുന്നു. മത്തായി 14 കർത്താവ് വെള്ളത്തിന്മേൽ നടക്കുന്നത് കണ്ട് പത്രോസിനും നടക്കണമെന്ന് ആഗ്രഹം തോന്നി. വരിക എന്ന് യേശു പറഞ്ഞു. എന്നാൽ കാറ്റ് കണ്ടപ്പോൾ കർത്താവിലുള്ള വിശ്വാസം മറന്നു, സാഹചര്യത്തെ വിശ്വസിച്ചു. എന്നാൽ കർത്താവ് അവനെ കൈവിട്ടില്ല, കൈനീട്ടിപ്പിടിച്ചു. പത്രോസിൻ്റെ അവിശ്വാസത്തിന് കിട്ടിയ ഏറ്റവും നല്ല ചികിത്സയായിരുന്നു യേശു കൈനീട്ടിയവനെ പിടിച്ചത്. യോഹന്നാൻ 20 യേശുവിൻ്റെ ശിഷ്യനായ തോമസ് യേശുവിനെ കാണാതെ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റുവെന്ന് വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു. യേശു പ്രത്യക്ഷനായി തോമസിനോട് അവിശ്വാസിയാകാതെ വിശ്വാസി ആയിരിക്കുക എന്ന് പറഞ്ഞു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇപ്രകാരം വിശ്വാസം ക്ഷീണിക്കുന്ന അവസരങ്ങൾ വന്നേക്കാം. എന്നാൽ നാം അത് മനസ്സിലാക്കി ദൈവസന്നിധിയിലേക്ക് ഓടിച്ചെന്നാൽ പഴയതിലും അധികം വിശ്വാസത്തിൻ്റെ ഉറപ്പോടും നിർണയത്തോടും കൂടി ദൈവം നമ്മെ പ്രയോജനപ്പെടുത്തും. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് us all.